പോകെ പോകെ എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ പറയുന്ന പോലെ ആ വിഗ്രഹത്തിന് ശക്തിയുണ്ടെന്ന്. എന്നിട്ട് ആ വിഗ്രഹം ഇതുവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോടാ. എനിക്കിപ്പോ ആ വിഗ്രഹം പൂജാമുറിയിൽ ഇരിക്കുന്നുണ്ട്, അങ്ങോട്ട് കേറാൻ പോലും പേടിയാ. ഞാൻ ഈ അടുത്ത സമയത്തെ പൂജാമുറി കയറി വിളക്ക് തെളിയിച്ചിട്ട് ആ വിഗ്രഹത്തിലേക്ക് നോക്കിയപ്പോ ഒരു പ്രകാശം എന്റെ കണ്ണിലേക്ക് അടിക്കുന്ന പോലെ എനിക്ക് തോന്നിയച്ചാ. എന്തായാലും ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ. അത് കഴിഞ്ഞിട്ട് ആ വിഗ്രഹത്തെ അവിടെ നിന്ന് എങ്ങനെ എടുത്ത് മാറ്റാന്ന് നമുക്ക് ആലോചിക്കാം. ഇപ്പൊ മോളൊരു കാര്യം ചെയ്യ്, നേരെ കമലേശ്വരത്തോട്ട് പോയിക്കോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോക്ക് അറിയാൻ പറ്റും ഇപ്പോഴെന്താ അവിടെ അനന്തൂന്റെ വീട്ടിൽ നടക്കുന്നതെന്ന്. ഉണ്ണിയുടെ അമ്മ അവരുടെ സൈഡ് ആയതുകൊണ്ടേ എന്തായാലും അനന്തൂന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചവരായിരിക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് വിട്ടോ. ശരി, നീ ചെല്ല്. പക്ഷെ നാളെ പെട്ടെന്ന് വന്നേക്കണം. നിന്റെ അച്ഛനെ സഹിക്കാൻ വലിയ പാടാ. ഇപ്പൊ എന്റെ മോളും അവക്ക് കൊടുത്ത സമ്പത്ത് മാത്രമേ ഉള്ളൂ നിനക്ക് കൂട്ടായിട്ട്. അത് ഓർമ്മ വേണം. ഓ, നിങ്ങൾ തമ്മിൽ വെറുതെ വഴക്കിടല്ലേ. ഞാനെന്നാ പോയിട്ട് വരാം. ശരി. നീയേ അമ്മായി അച്ഛനെ കളിയാക്കുമ്പോ ഒരു കാര്യം ഓർക്കണം, എന്റെ അമ്മയുടെ സ്വത്തെല്ലാം നീ എഴുതി വാങ്ങിച്ച് വെച്ചിരിക്കുക. അത് മോക്കറിയത്തില്ല. എന്റെ അച്ഛനെ കൊന്ന നിങ്ങളാ, അതിന് അത്രയൊക്കെ തന്നാ മതിയോ? എടാ, ഇപ്പോഴും നിനക്ക് നഷ്ടപരിഹാരം വേണമെന്നല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. അച്ഛൻ നഷ്ടപ്പെട്ട നിന്റെ ചേട്ടൻ പോലും അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് നീ അതിന് വീണ്ടും വീണ്ടും ആർത്തി കാണിച്ചോണ്ടിരിക്കുക. ആ, എന്റെ അച്ഛൻ പോയതുകൊണ്ടാണല്ലോ എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്. ഓ, അതുകൊണ്ട് നഷ്ടപരിഹാരം കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് ഞാൻ വേണ്ടെന്ന് പറയില്ല. സത്യം പറയാലോ, നിന്നെ പോലുള്ള മരുമക്കളെയാ വിഷം കൊടുത്ത് കൊല്ലണ്ടേ. അതെ, നിങ്ങളെപ്പോലെയുള്ള അമ്മായച്ചന്മാർക്ക് വിഷം തരയല്ല വേണ്ടത്, രാജവെമ്പാലെ കൊണ്ട് കൊത്തിക്കണം. എന്നാലേ നിങ്ങളെപ്പോലെയുള്ള വിഷങ്ങളൊക്കെ മരിക്കും. ഞാൻ മിണ്ടാതിരിക്കണമെങ്കിലേ നിങ്ങളും മിണ്ടാതിരിക്കണം. ഇങ്ങോട്ടൊന്ന് പറഞ്ഞാലേ അങ്ങോട്ട് 10 പറയും. അല്ലാതെ പിന്നെ നിന്നെ എന്തിനു കൊള്ളാടാ, കിഴങ്ങിന് കയ്യും കാലും വെച്ചവൻ. ആ, കിഴങ്ങന്മാരെ പോലെയുള്ള അമ്മായച്ചന്മാർക്ക് ഇങ്ങനെയുള്ള മരുമക്കള് മതി. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ നിന്റെ അടുത്ത കാര്യം ഞാൻ കുത്തി ഒടിക്കും. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണ്ട് അവിടെ. ഉരുളക്കിഴങ്ങൻ എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വത്തെല്ലാം എഴുതി വാങ്ങിച്ചിട്ടും സ്വർണവും വാങ്ങിച്ചു വെച്ചിരിക്കുക. കിഴങ്ങൻ. വന്നപ്പോ തന്നെ കണ്ടത് ദുർബോധത്തെ ആണല്ലോ. എനിക്ക് വേറെ ഓട്ടോ ഉണ്ട്. എത്രയാ ചേട്ടാ? 100. നീ ഒറ്റയ്ക്കേ ഉള്ളോ? അതെ. അതെന്താ ഒറ്റയ്ക്കായി പോയത്? ഉണ്ണി തോമസ് വൈദ്യന്റെ അടുത്തല്ലേ? അപ്പൊ അവന് കൂട്ടിരിക്കുന്നതിന് പകരം നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അവനെവിടെ ഉണ്ടോ ആ ജയിൽ പുള്ളി? എടി, നിന്റെ അച്ഛൻ അവിടെ ഉണ്ടോന്ന്? ഉണ്ട്. എന്തായാലും മരുമോന് പറ്റിയ അമ്മായിച്ചൻ തന്നെ. 2 എണ്ണം കൂടി കർക്കിടകമായിട്ട് ആരുടെയെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ? ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇപ്പൊ ചെയ്തൊക്കെ തെറ്റായി പോയിന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാ. നീ വെറുതെ തമാശ പറയല്ലേ. ദേ, നേരത്തെ നിന്റെയൊക്കെ കൂടെ കൂടിയതില് എനിക്കിപ്പൊ എന്റെ പേരക്കുട്ടിയെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയില്ല. കണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ കൊണ്ടുവന്ന് എന്നെ ഒന്ന് കാണിക്കണോന്ന്. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങക്ക് കാണാൻ പറ്റും ജീവനില്ലാത്ത നിങ്ങളുടെ പേരക്കുട്ടിയെ. എന്തുവാടി നീ ആലോചിക്കുന്നേ? എന്റെ സംസാരം കേട്ടിട്ട് നിനക്കെന്നെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടോ? അമ്മയെ പോലെ തന്നെ ലക്ഷ്മിയുടെ മോളെ ഒന്ന് എടുക്കാനും ലാളിക്കാനും ഒക്കെ എനിക്കും ആഗ്രഹമുണ്ട്. അന്നൊരു ദിവസം ഞാൻ അതിനുവേണ്ടി ലേഖേച്ചിയുടെ വീട്ടിൽ ചെന്നതാ. ആ സമയത്ത് എന്നെ കുഞ്ഞിനെ കാണാൻ മാത്രമേ അനുവദിച്ചുള്ളൂ. അതിനെങ്കിലും അനുവദിച്ചല്ലോ. എടിയത് ഭാഗ്യമാണെന്ന് കരുതിക്കോ. നിന്റെ ഓരോരോ പ്രവർത്തികൾ ആലോചിച്ചാലേ ലേഖ ചൂലെടുത്ത് നിന്നെ അവിടെ നിന്ന് അടിച്ച് ഓടിക്കേണ്ടതാ.